ഒരു പൂവല്ല ചന്ദനം വെള്ളം ചേർത്തി ഇഷ്ടദൈവങ്ങളെയും വിശ്വദേവതകളെയും മനസ്സിൽ ധ്യാനിച്ച് ഒരു നീര് കൊടുക്കണം. ஒன்னோட தொழிலும் குடும்ப தெய்வங்கள். ஆடி அமாவாசையை முன்னிட்டு தமிழகத்தின் பல்வேறு பகுதிகளில் பொதுமக்கள் தங்கள் முன்னோர்களுக்கு தர்ப்பணம் செய்ய நீர்நிலைகளில் குவிந்தனர். சென்னை மெரினா கடற்கரை பட்டினப்பாக்கம் சாலையில் தர்ப்பணம் கொடுப்பதற்காக சிறப்பு ஏற்பாடுகள் செய்யப்பட்டிருந்தன. கோடம்பாக்கம் மகாலிங்கபுரம் ஐயப்பன் கோவில் சார்பில் தர்ப்பணம் கொடுப்பதற்காக டென்ட் அமைக்கப்பட்டு சிறப்பு ஏற்பாடுகள் செய்யப்பட்டன. നാലാമത്തെ പിണ്ടെടുത്ത് ഹൃദയത്തിൽ ചേർത്തി ഇനി എൻ്റെ കുടുംബത്തിലുള്ള കുടുംബ ദൈവങ്ങളെ കൊണ്ട് എനിക്കോ എൻ്റെ കുടുംബത്തിലേക്കോ വല്ല ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർക്കാനായി എൻ്റെ കുടുംബ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താനായി ക്ഷേത്രപിണ്ഡം അതിൻ്റെ തലഭാഗത്ത് ടോപ്പിൽ മാത്രമേ തൃപ്തിപ്പെടുത്തണോ. ആ നീരവിടെ കൊടുക്കുക. അവരെയും കൂടി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോ. തൊട്ട് തലയിൽ വയ്ക്കാം. കൈ ശുദ്ധാക്കുക. കൈ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. ഞാൻ ചെയ്തതായ ഇന്നത്തെ കർമ്മങ്ങളൊക്കെ സമസ്ത അപരാധങ്ങളും പുറത്ത് ഞാൻ ചെയ്തതെന്ന കർമ്മങ്ങൾ മുഴുവനും കൈക്കൊണ്ട് തൃപ്തിപ്പെട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വെള്ളം കൊടുക്കപ്പെട്ടത് പതുക്കെ വയ്ക്കുന്നവര് മുട്ടുകുത്തി നമസ്കരിക്കുക. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പിന്നിലെ ആൾക്കാരുടെ ശ്രദ്ധിക്കണം. ആ വലിയ ഇലയിൽ ചോറെടുത്ത ഇലയിൽ വെള്ളം തളിക്കുക. വെള്ളം തളിച്ച് ആ ഇല മാത്രം കയ്യിലെടുക്കുക. ആ പിണ്ടത്തിനെ ഒരു 3 പ്രാവശ്യം ചുറ്റി കമിഴ്ത്തി അടയ്ക്കുക. ഉൾട്ട ശരിക്കും അടുത്ത ആൾ എന്താ ചെയ്യണം നോക്കും. ഒരുമാതിരി ചെയ്യും. തല വീടാക്കി ഇല വെക്കണ്ട. ഒരേപോലെ ടോസ് ചുറ്റും വേഗം എടുത്ത് വേഗം ചുറ്റി നമുക്ക് മൂടിയേക്കും ചുറ്റും. ഒരു വെള്ളമെടുത്ത ഇലയുടെ മുകളിൽ തളിക്കണം. കയ്യിലെ പവിത്രം ഇവിടെ തന്നിട്ടുള്ള മോതിരാണ്. സ്വർണ്ണ മോതിരം വരുന്നുണ്ട്. ഇവിടെ തന്നിട്ടുള്ള മോതിരം ഊരി അത് തിരിയാണെന്ന് സങ്കല്പം. ഊരി കെട്ടഴിച്ച് കയ്യിൽ വെക്കുക. അത് തിരിയാണെന്ന് സങ്കല്പം. അത് കത്തിക്കുന്നതായി നമ്മൾ സൂര്യദേവനെ എന്ന് കാണിക്കണം. തിരി കത്തിച്ചെടുത്ത് ആ ദീപം കാണിക്കുന്നത് ഇലയുടെ തലഭാഗം തുറന്ന് ഉള്ളിലേക്ക് കാണിക്കുക. തലഭാഗം തുറന്ന് ഉള്ളിലേക്ക് കാണിക്കണോ. കൈകാലമോ കഴുകി ശുദ്ധായി വന്ന് ചന്ദനം കൂടെ വിളക്ക് തൊഴുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. இதையொட்டி சென்னையின் பல்வேறு இடங்களில் இருந்து வந்த பொதுமக்கள் தங்களது முன்னோர்களுக்கு நீண்ட வரிசையில் காத்திருந்து தர்ப்பணம் கொடுத்தனர்.